നമസ്കാരം, ഞാൻ ധന്യ മേരി വർഗീസ്. ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും മലയാളം സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന മൂവി മൂന്നാം നൊമ്പരം. അതൊരു ബിബ്ലിക്കൽ സ്റ്റോറിയാണ്. ബിബ്ലിക്കൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ ക്യാരക്ടർ മദർ മേരിയുടെ ക്യാരക്ടറാണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് മദർ മേരി, ജോസഫ്, ജീസസ്. അപ്പം ബിബ്ലിക്കൽ സ്റ്റോറിയിൽ ഇത്രയും മഹത്തരമായ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ്. അപ്പോൾ എൻ്റെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അനുഗ്രഹമായിട്ടും ഒരു ബ്ലെസ്സിങ് ആയിട്ടുമാണ് ഞാൻ കാണുന്നത്. ഇതിപ്പം കംബാക്ക് എന്ന് പറയുന്നത് ഞാൻ 2-3 പടങ്ങൾ ചെയ്തു, പക്ഷേ റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി ഇതാണ് തിരിച്ചു വരുമ്പോൾ. ഇപ്പോൾ ഒരു 8-10 ഇയേഴ്സിലോളം ബ്രേക്ക് എടുത്തതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. ലാസ്റ്റ് ചെയ്ത മൂവി പ്രണയമായിരുന്നു. പ്രണയത്തിന് ശേഷം മലയാളത്തിൽ എൻ്റേതെന്ന് പറയാനായിട്ട്, ഇപ്പം പ്രണയം ലാലേട്ടൻ്റെ മൂവിയായിരുന്നു. ലാലേട്ടൻ്റെ മകളായിട്ടാണ് അഭിനയിച്ച് എൻ്റെ ലാസ്റ്റ് മൂവിയായിട്ട് ഞാൻ അഭിനയം നിർത്തിപ്പോയത്. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ മദർ മേരി ആയിട്ട് ഒരു മുഴുനീള ക്യാരക്ടർ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഇതൊരു ഡിവോഷണൽ മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ക്യാരക്ടറിന് അതിൻ്റേതായ സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്വഭാവങ്ങളുണ്ട്. അപ്പം എത്രത്തോളം ഞാൻ അതിനോട് നീതി പുലർത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യാനും ആ ക്യാരക്ടർ ആവാനും ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കുക.